ഭാര്യ റീനയും രണ്ട് മക്കളെയും രണ്ടാഴ്ച മുമ്പ് പത്തനംതിട്ട ജില്ലയിൽ നിന്ന് കാണാതെ പോയി. ഭർത്താവ് ഇന്നലെ തൻ്റെ വീടിൻ്റെ മുമ്പിൽ വീട്ടിൽ ആത്മഹത്യ ചെയ്തതായിട്ട് കാണപ്പെട്ടു. അനീഷ് മാത്യു എന്ന 41 വയസ്സുകാരൻ, അദ്ദേഹം കവിയൂർ സ്വദേശിയാണ്. ഞാലിക്കണ്ടം മാറമല വീട്ടിലാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ആഗസ്റ്റ് 17-ന് 2 കുട്ടികളുമായി വീട്ടിൽ നിന്ന് അപ്രത്യക്ഷമായി. റീന എന്ന 40 വയസ്സുകാരിയും മക്കളായ അക്ഷരയും അൽക്ക എന്ന 2 കുട്ടികളുമായി വീട്ടിൽ നിന്ന് അപ്രത്യക്ഷമായി. ഭർത്താവ് അനീഷ് മാത്യുവിന് നിരാശയായി. അദ്ദേഹം പോലീസിൽ പരാതിപ്പെട്ടു. 2 പേരെ കാണാനില്ല, ഭാര്യയും 3 പേരെ കാണാനില്ല, ഭാര്യയും 2 കുട്ടികളെ. പോലീസിന്റെ അന്വേഷണത്തിൽ ഇയാളെ ചോദ്യം ചെയ്തു. പക്ഷേ അവര് CCTV ദൃശ്യം നോക്കിയപ്പം ഇവര് വീട്ടിൽ നിന്ന് അമ്മയും മക്കളും ഇറങ്ങി നടക്കുന്നത് കണ്ടു. പിന്നീട് അവരൊരു ബസ്സിൽ കയറുന്നതും കണ്ടു. അതുകൊണ്ട് ഭർത്താവ് അനീഷ് മാത്യു കുറ്റക്കാരനാണോ എന്ന് പറയാൻ കഴിയില്ല. വീട്ടിൽ നിന്ന് പോയപ്പം അവർ 3 പേരും ഒന്നിച്ചു പോയി. അവരുടെ ഡിസപ്പിയറൻസിൽ, അപ്രത്യക്ഷമായ അവരുടെ കാര്യത്തിൽ ഭർത്താവിന് എന്തെങ്കിലും റോളുണ്ടോ എന്ന് സംശയം. അതുകൊണ്ട് പുളിക്കീട് പോലീസ് ഭർത്താവിനെ വിളിച്ച് ചോദ്യം ചെയ്തു. രാവിലെ മുതൽ വൈകിട്ട് വരെ പോലീസ് സ്റ്റേഷനിൽ ഇരുത്തി. അദ്ദേഹത്തിനെ മാനസികമായി പീഡിപ്പിച്ചു എന്നാണ് അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ പറയുന്നത്. കാരണം അനീഷ് മാത്യു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ പോലീസിന്റെ ശല്യവും കാരണം അദ്ദേഹം തൻ്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം 4:30 മണിക്ക് ആത്മഹത്യ ചെയ്തതായിട്ടാണ് കാണപ്പെട്ടത്. തൂങ്ങി നിൽക്കുന്നതാണ് കണ്ടത്. എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കറിയില്ല. വളരെ ദുരൂഹമായിട്ടാണ് തോന്നുന്നത്. അവർ 2 പേരും ഡിസപ്പിയറൻസിൽ ഭർത്താവിന് വലിയ ചാൻസ്, ഭർത്താവിന് ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്ന് തോന്നുന്നില്ല. പ്രഥമ ദൃഷ്ടിയാ തോന്നുന്നില്ല. കാരണം അദ്ദേഹത്തിനെ സംശയിക്കാം. ഭാര്യയും മക്കളുമായിട്ട് ഏതെങ്കിലും രീതിയിൽ അദ്ദേഹത്തിന് റിഫ്റ്റ് ഉണ്ടായോ, വഴക്കുണ്ടായോ, അവരെ കൊല്ലാനുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാം. പക്ഷെ അവരെ പറ്റി ഒരു വിവരവും ഇല്ല 2 ആഴ്ചയായിട്ട്. പക്ഷെ പുളിക്കീഴ് പോലീസ് അത് കണ്ടെത്തിയിട്ടുണ്ട്. അവർ സ്വയം പോകുന്നുണ്ട്. 3 പേരും നടന്നു പോകുന്ന വീട്ടിൽ നിന്ന്, അതിനുശേഷം ബസ്സിൽ കയറുന്നൊക്കെ കണ്ടിരിക്കുന്നു. പക്ഷെ എങ്ങോട്ടാണ് പോയതെന്ന് ഒരു പിടിയില്ല. എവിടെയെങ്കിലും ബന്ധുക്കളുടെ വീട്ടിൽ എവിടെയെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇദ്ദേഹം മദ്യപാനിയാണോ അനീഷ് മാത്യു എന്നറിയത്തില്ല. അദ്ദേഹം ഇവരെ ഉപദ്രവിക്കുമെന്ന് അറിയത്തില്ല. മാനസികമായ സംഘർഷം കൊണ്ടാണ് അമ്മയും മക്കളും വീട് വിട്ടു പോയത്. വേറെ ബന്ധുക്കളുടെ വീട്ടിലോ ദൂരെ എവിടെയെങ്കിലും പോയി ഷെൽട്ടർ എടുത്തിട്ടുണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. പക്ഷേ പത്തനംതിട്ട പോലീസിനെതിരായിട്ട് ആരോപണം അനീഷ് മാത്യുവിന്റെ വീട്ടുകാർ ഇപ്പോൾ ഉയർത്തിയിരിക്കുകയാണ്. നിരന്തരം അയാളുടെ ഭാര്യയും മക്കളെയും കാണാതെ പോയതുകൊണ്ട് അദ്ദേഹത്തിനെ പീഡിപ്പിച്ചു, അകാരണമായി പീഡിപ്പിച്ചു, പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ഇരുത്തി, രാവിലെ മുതൽ വൈകിട്ടോടെ ഇരുത്തി, ഇങ്ങനെയൊക്കെയുള്ള ആരോപണം വന്നു കഴിഞ്ഞിരിക്കുന്നു പത്തനംതിട്ട പോലീസിന്. ഏതായാലും കഴിഞ്ഞ 31 ഞായറാഴ്ച വൈകിട്ടൊരു 4:30 മണിയോട് കൂടിയാണ് തൂങ്ങി നിൽക്കുന്നതായിട്ട് കണ്ട്. മാനസികമായ വലിയ വിഷമം, പോലീസിന്റെ ശല്യം, റീന എന്ന ഭാര്യയും 2 മക്കളെയും കാണാതെ പോയ അദ്ദേഹത്തിന്റെ മാനസിക സംഘർഷത്തിന്റെ ഒടുവിൽ അദ്ദേഹത്തിനെ പീഡിപ്പിക്കുകയും ചെയ്യുന്നു അകാരണമായിട്ട് എന്ന് മനസ്സിലാക്കിയേണ്ട അദ്ദേഹം അങ്ങനെ ഒരു തീരുമാനം എടുത്തു. അദ്ദേഹം ആത്മഹത്യ ചെയ്തു. വളരെ സങ്കടകരമായ ഒരു വാർത്തയാണത്. കാരണം നിരപരാധിയാണ് അദ്ദേഹം എങ്കിൽ ആ ആത്മഹത്യ അദ്ദേഹത്തിന് അത്ര ഡീപ്പായിട്ട് ഭാര്യയും മക്കളെ സ്നേഹിക്കുന്നു എന്നേ നമുക്ക് പറയാൻ ഒക്കുള്ളൂ. അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് പോവില്ല. 2 ആഴ്ച പോലീസ് പിടിപ്പിച്ചുകൊണ്ട് തന്നെ ആകാം കൂടുതൽ ആത്മഹത്യക്ക് സഞ്ചരിച്ചത്. പക്ഷെ പോലീസും ഇദ്ദേഹവും കൂടെ ചേർന്ന് അവരെ കണ്ടെത്താനുള്ള ശ്രമം നടത്തണമായിരുന്നു. അതുങ്ങൾ എവിടെയെങ്കിലും പോയി ആത്മഹത്യ ചെയ്തോ ഇല്ലെന്ന് അറിയുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല, പോലീസ് അറിഞ്ഞിട്ടില്ല. കേരളത്തിൽ എവിടെയെങ്കിലും ആണെങ്കിൽ ഇപ്പൊ ആ വാർത്ത വന്നേനെ. എങ്ങോട്ടാണ് പോയെന്ന് അറിയത്തില്ല. എങ്കിലും വളരെ ദുഃഖകരമായ ഒരു സംഭവമാണ്. 3 പേരും ആ കുടുംബത്തിലെ റീന എന്ന അനീഷ് മാത്യു ഇല്ല, റീനയും കാണാനില്ല. അനീഷ് മാത്യു ആത്മഹത്യയിലേക്ക് പോയി, റീനയും 2 മക്കളെയും കാണാനില്ല. ഈ വാർത്തയോടുകൂടി അവരത് കേട്ട് അറിഞ്ഞ് വരുമോ ഇല്ലയോ എന്നും അറിയത്തില്ല. കാരണം ആ കുടുംബം നാമാവശേഷമായി. ആ കുടുംബജീവിതം ഇനി തീർന്നു.
ഭാര്യയും മക്കളും ഡിസപ്പിയർ ചെയ്തു. എന്ത് സംഭവിച്ചു എന്ന് അറിയില്ല, പോലീസിനും അറിയില്ല, വീട്ടുകാർക്കും അറിയത്തില്ല. പക്ഷെ ഇദ്ദേഹത്തിന്റെ പീഡനം കൊണ്ടാണ് ഭാര്യയും മക്കളും വിട്ടുപോയി എന്നായിരിക്കും പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. കാരണം അതിലേക്കായിരിക്കണം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എവിടെയൊക്കെ പോകാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പോലീസ് മനസ്സിലാക്കിയിട്ടുണ്ടാവണം. അതുകൊണ്ട് ഇതുപോലുള്ള കുടുംബത്തിലെ ധാരാളം സംഭവങ്ങൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാനസികമായ ഇതുപോലുള്ള സംഘർഷ സമയത്ത് അവർ മറ്റൊരാളുടെ ഉപദേശം സ്വീകരിക്കണം, മറ്റൊരാളെ ആശ്രയിക്കണം, അല്ലാതെ ഒരു സൈക്യാട്രിയെ കാണണം, അല്ലെങ്കിൽ ഏറ്റവും അടുപ്പമുള്ള നിങ്ങളുടെ നിവൃത്തിയില്ലാതെ വരുമ്പം അടുപ്പമുള്ള ഭാര്യയായാലും ഭർത്താവ്, നിങ്ങളോട് അടുപ്പമുള്ളവരോട്ട് ഇത് സമ്മതിക്കണം, അവരുമായിട്ട് ചർച്ച ചെയ്യണം, അവരുമായിട്ട് സംസാരിക്കണം. അപ്പോൾ ആ ടെൻഷൻ കുറയും, ഒരു പോംവഴി ഇങ്ങനെയുള്ള പ്രശ്നത്തിൽ ഉണ്ടാകും. അതുകൊണ്ടാണ് അത് മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ സ്വയം നമ്മൾ ആത്മഹത്യയിലേക്കൊക്കെ അങ്ങ് പോകാതെ അല്ലാതെ മറ്റൊരാളുടെ അഡ്വൈസ് സ്വീകരിക്കണം, അവരുടെ ഉപദേശം സ്വീകരിക്കണം. ഇങ്ങനെയുള്ള സംഘർഷത്തിൽ നിന്ന് കരകയറേണ്ടത് എങ്ങനെയാണ്, കുറേയൊക്കെ നമ്മൾ കരകയറാൻ സാധിക്കും. മൂന്നാമതൊരാൾ കേട്ട് കഴിയുമ്പോൾ അയാളുടേതായ രീതിയിൽ ഒരു ഉപദേശം, അത്ര വിശ്വസ്തനായ ഒരാളുടെ അടുത്ത് പോകുക. അവർ ഈ സംഭവം മനസ്സിലാക്കി നാണക്കേടൊന്നും കരുതരുത്. അവരുടെ അടുത്ത് പോയി സംസാരിച്ച് അതിന് ഒരു പ്രതിവിധി ഉണ്ടായി കഴിയുമ്പോൾ ഇതുപോലുള്ള സംഘർഷത്തിൽ നിന്ന് പതുക്കെ പതുക്കെ നമ്മൾ വിട്ടുമാറി നല്ലൊരു കുടുംബജീവിതം അല്ലെങ്കിൽ നല്ലൊരു ജീവിതം നയിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നാണ് ഞാൻ കരുതുന്നത്.